ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ ഈ ലെസ്ബിയൻ ദമ്പതികളെക്കുറിച്ച് വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എനിക്ക് വീഡിയോ ഇടാൻ താല്പര്യമില്ല. കാരണം ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് നെഗ്ലക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ. വേറൊന്നും കൊണ്ടല്ല, ഇവർ ലെസ്ബിയൻ ആയതുകൊണ്ടോ അവർ തമ്മിൽ ഇതായതുകൊണ്ടോ കല്യാണം കഴിച്ചതുകൊണ്ടോ ഒന്നല്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കും എല്ലാവരും. ഇവരുടെ ക്യാരക്ടർ ബേസ്ഡ് എനിക്ക് ഒട്ടും ഇവരെ അംഗീകരിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല. ആദ്യം എനിക്ക് ഇവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരുപാട് വീഡിയോ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യ കാലങ്ങളിൽ ഇട്ടിട്ടുണ്ട്. ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയങ്ങളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ അതിന് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഇപ്പോൾ ഈ ഒരു ഇതിൽ കണ്ടില്ലേ നിങ്ങൾ ഈ കിടക്കുന്നത് രാവും പകലും ഇത് തന്നെ നമ്മൾ കാണുന്നത്. സാധാരണ രീതിയിൽ ലക്ഷ്മി പറഞ്ഞതുപോലെ ചെറിയ കുട്ടികൾ വരെ കാണുന്ന ഒരിതാണ്. ഇവർ ദമ്പതികളാണ്, ഭാര്യയും ഭർത്താവും പോലെ ഇവർ പാർട്ണറാണ്. രണ്ടുപേരും ഒരുമിച്ച് വിവാഹം കഴിച്ച പോലെ ജീവിക്കുന്ന ആൾക്കാരാണ്. ദമ്പതികൾ എന്നുള്ളതാണ് ഇവരുടെ ഒരു ടാഗ് ലൈൻ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിഗ് ബോസ് തുറന്നിരിക്കുന്നത്. എന്നിട്ട് ഏകാന്തത താണ്ടി ജയിക്കുന്നവരാരോ എന്നാണല്ലോ ഇതിൻ്റെ ക്യാപ്ഷൻ സോങ്, ഇത് ടൈറ്റിൽ സോങ് ഉണ്ടല്ലോ. അതിനകത്ത് 100 ദിവസം ആര് വീഴും, ആര് എഴുന്നേക്കും, അതുപോലെ തന്നെ ഏകാന്തത താണ്ടി ജയിക്കും. ഇവിടെ എവിടെയാണ് ഏകാന്തത? ബിഗ് ബോസ് പറയുന്നത് ഇതിനകത്ത് എവിടെയാണ് ഏകാന്തത? വെള്ളം ചൂടാക്കി കൊടുക്കുന്നു, കാലിൽ കുഴമ്പ് തേക്കുന്നു, മുതുക് തടവി കൊടുക്കുന്നു, ബാക്കിയുള്ള എല്ലാ പരിപാടികളും ആ ഡ്രസ്സിംഗ് റൂമിൽ നടത്തുന്നു. ഇവർ റിസോർട്ടിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ സെറ്റപ്പായിട്ട് ആഘോഷിക്കാൻ വന്ന ആൾക്കാരാണ്. ഇവരിവിടെ കിടന്നിട്ട് അനുമോളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനുമോളെ മോശക്കാരിയാക്കുവാണ്, അനുമോൾ അങ്ങനെയാണ്, അനുമോൾ ഇങ്ങനെയാണ്. പിന്നെ അതേ കണക്ക് തന്നെ ഇവർ തന്നെ അനാവശ്യമായിട്ട് ഇന്നലെ തന്നെ അവിടെ അനുമോളും അനീഷേട്ടനും അവരവരുടെ ബെഡിൽ രാത്രി ഇരിക്കുന്നു. അപ്പോൾ ഈ സാബുമാൻ എന്ന് പറയുന്ന മരപ്പാവയുണ്ടല്ലോ, അവനും ഈ അക്ബർ എല്ലാവരോടും പറയുന്നു അനീഷേട്ടൻ ഇനി ലവ് ട്രാക്ക് പിടിച്ച് വേണം ടോപ്പ് 5-ലെത്താൻ. ഇവൻ എന്ത് അർഹതയാണ് അനീഷേട്ടനെയൊക്കെ പറയാനായിട്ട്? അനീഷേട്ടൻ്റെയൊക്കെ 7 അയലത്തെത്തുമെന്ന് വേണ്ടില്ല. അല്ല ചക്ക വീണ് മുയൽ ചത്തെന്ന് പറഞ്ഞ കണക്ക് അവനിപ്പോൾ ഇതുവരെ വന്നിരിക്കുന്നത്. അവൻ അറിയുന്നുണ്ടോ എന്തോ? എന്തായാലും അനീഷേട്ടനും അനുമോൾക്കും ലവ് കോംബോ പിടിച്ചുകൊണ്ട് ടോപ്പ് 5-ലെത്തേണ്ട ഒരു ആവശ്യകതയും ഇല്ല. ജനങ്ങൾ തന്നെ അവരെ ടോപ്പ് 5-ലെത്തിക്കും. അത്രമാത്രം ജനങ്ങൾ ഏറ്റെടുത്ത 2 ആൾക്കാരാണ് അവർ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ പറഞ്ഞ് കുറ്റം പറയുവാണ്. അനുമോളെയും അനീഷേട്ടനെയും കുറ്റം പറയുവാണ്. അപ്പോൾ കിടന്ന് അവർ തമ്മിൽ ഒരുമിച്ച് സംസാരിക്കുന്നു, ഗ്രൂപ്പ് കാണിക്കുന്നു, അവർ തമ്മിലെല്ലാം ചെയ്യുന്നു, അവർ തമ്മിൽ. അപ്പോൾ എവിടെയാണ് ഇവർ ഇൻഡിവിജ്വൽ പ്ലേ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നേരത്തെ അടിച്ച് പുറത്ത് കളഞ്ഞ് ചാടാൻ വെള്ളം തളിക്കേണ്ട ആൾക്കാരെ വീണ്ടും അവിടെ പിടിച്ചു നിർത്തി ഇത് കാണിക്കുന്ന എന്തിനാണ് ബിഗ് ബോസ്? എത്രയോ നേരമായിട്ട് നമ്മളിത് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അറിയാമോ? ഈ ബെഡിൽ ഇങ്ങനെ രണ്ടും കൂടി കിടക്കുന്നു, കാല് ചുറ്റിപ്പണയുന്നു, കൈയും കാലും ഇട്ടടിക്കുന്നു, ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രിയും പകലും എന്നല്ലാതെ ഇത് തന്നെ നമ്മൾ രാത്രിയിൽ നിങ്ങളൊരു 11:30 മണിയൊക്കെ ആകുമ്പോൾ ഇത് തന്നെ കാണുന്നു. 11 മണി തൊട്ട് കാണുന്ന കാര്യങ്ങളൊന്ന് ബീൻസ് ബാക്കി കിടന്ന് ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേ ക്ലിപ്പിങ്സ് ഉണ്ട്. പക്ഷേ ഞാൻ പിന്നെ വിചാരിക്കും എന്തിനാണ് ഇതൊക്കെ വെറുതെ കൊച്ചു പിള്ളേരെയും കൂടി വെറുതെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ ഇതൊക്കെ കാണിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് ഏകാന്തത താണ്ടി ജയിച്ചത് ഗൈസ്? നിങ്ങളൊന്ന് മറുപടി പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കും കേട്ടോ.